ഹരി ഓം. ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഞാൻ ഉറച്ചൊന്നും അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ ഒരു അൻപ് അല്ലെങ്കിൽ സ്നേഹമില്ല എങ്കിൽ, എൻ്റെ സാധനയിൽ ആ ഒരു സ്നേഹമില്ല എങ്കിൽ, പിന്നെ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? എൻ്റെ സാധനയിൽ ഒന്നുകിൽ യാന്ത്രികത, അതല്ലെങ്കിൽ ഒരു തരം വാശി. ഇതും ശബ്ദമുള്ള പ്രാർത്ഥനയാണ് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കേണ്ടി വരും. അതായത് അത് ശബ്ദം ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഈശ്വരൻ്റെ കഴിവ്, എല്ലാം കേൾക്കാൻ കഴിയും എന്ന് പറയുന്ന ആ കഴിവ് യഥാർത്ഥത്തിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? എവിടെയോ ഇരുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല. എന്നിൽ തന്നെ ഈശ്വരനുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ട തന്നെ ആവശ്യമുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്നിൽ തന്നെയാണ് ഈശ്വരനാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാലേ എന്നിലുള്ള ഈശ്വരൻ അറിയാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് പ്രസക്തി ഉണ്ടോ? ഉറച്ച് ശബ്ദിക്കരുത്, അല്ലെങ്കിൽ ഉറച്ച് പ്രാർത്ഥിക്കരുത്, വളരെ സോഫ്റ്റായിട്ടേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദമല്ല വിഷയം, വസ്തുതാബോധം വരിക എന്നുള്ളതാണ് അതുകൊണ്ട് കബീർ ഉദ്ദേശിക്കുന്നത്. ഈശ്വരൻ എന്നിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഈശ്വരൻ എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാലേ ഈശ്വരൻ കേൾക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടാവും. ഇതെന്തെങ്കിലും ആ രീതിയിലായിരിക്കും. അപ്പം അവിടെയാണ് നിരീക്ഷണത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. അതെങ്ങനെയെന്ന് പറയാം. അഹം ബ്രഹ്മാസ്മി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഞാനാണ് ഈശ്വരൻ എന്നുള്ളത്. ഇതിൽ ആർക്കും ഒരു തർക്കമില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ആർക്കും ഒരു തർക്കമില്ല, അത് കുഴപ്പമില്ല. എന്നാൽ ഞാൻ നിരീക്ഷകനാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ നിരീക്ഷകനാണെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തർക്കവും ഇല്ല, കറക്റ്റാണ്. കാര്യം എന്തുകൊണ്ടാണ്? അതിൻ്റെ റിയൽ ആയിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും, അതിൽ അങ്ങനെയാണ്, അതിലൊരു സംശയമില്ല. ഈശ്വരൻ എല്ലായിടവും ഉണ്ട്, അപ്പോൾ എന്നിലും ഉണ്ട്, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഒരു സംശയമില്ല. പക്ഷേ ഞാൻ നിരീക്ഷകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കും. അപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എവിടെ ഇരിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എൻ്റെ ധാരണകൾ എവിടെയാണ്, എത്രമാത്രം അതിന് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അപ്പം നിരീക്ഷണത്തിൻ്റെ പ്രസക്തിയാണ് പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, രാവണൻ, ഈ രാവണൻ വലിയ ഭക്തനാണ്. ആരുടെ ഭക്തനാണ്? ശിവൻ്റെ ഭക്തനാണ്, ശിവഭഗവാന്റെ. അദ്ദേഹത്തിൻ്റെ ആ ഭക്തി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് തപസ് അനുഷ്ഠിക്കാൻ പറ്റിയത്. ഇത്രയും സ്ട്രെങ്ത് അദ്ദേഹത്തിന് നേടിയെടുക്കാനൊക്കെ സാധിച്ചത് ഭക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഭഗവാൻ ശിവനെ പോലും പ്രീതിപ്പെടുത്തി വരങ്ങൾ നേടി. പക്ഷേ വരം കിട്ടിയതിന് ശേഷം തൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന അഹത്തെ നിരീക്ഷിക്കുവാൻ രാവണന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചില്ല. സാധിച്ചിരുന്നുവെങ്കിൽ രാമനെതിരെ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും അദ്ദേഹത്തിന് അറിയാൻ പറ്റുമായിരുന്നു. അറിയാൻ
സാധിച്ചില്ല. ആ നിരീക്ഷണത്തിൻ്റെ അഭാവം വന്നപ്പോൾ എന്ത് പറ്റി? ഈഗോ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ആരുടെ ശത്രുവായി? രാമൻ്റെ ശത്രുവായി. ആരായിരുന്നു? ഭക്തനായിരുന്നു, പരമമായ ഭക്തനായിരുന്നു, ക്വാളിഫൈഡ് ആയിരുന്നു. പക്ഷെ നിരീക്ഷണമില്ല. തൻ്റെ ഉള്ളിൽ വന്ന ഓരോ ചിന്തകളെ അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോഴെന്ത് പറ്റി? എവിടെയാണോ ഇരുന്നത് അവിടെ നിന്ന് നേരെ ഡൗണിലോട്ടങ്ങ് പോയി. ചിന്തകളെ അറിയാൻ സാധിക്കാതെ പോയി. ആ ചിന്തകളൊക്കെ ആരാ ഉണ്ടാക്കിയത്? എന്താ പറയാൻ, രാമനെതിരെ ചിന്തിക്കുന്നതായിക്കോട്ടെ, ഓരോ ചിന്തകൾ രാവണനിൽ ഉണ്ടായത് അവനവനിൽ തന്നെയാണ്. പക്ഷേ രാമനെതിരെ ചിന്തിക്കുന്നതും അല്ലെ ഉണ്ടായ ഓരോ ചിന്തകളെ അറിയാൻ പറ്റിയില്ല, നിരീക്ഷണമില്ലായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ നിരീക്ഷണത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. കാര്യം ഇത് ഒരു സാധകന് അടിസ്ഥാനപരമായി വേണ്ട ഒരു ഘടകമായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല ദാനം അല്ലെങ്കിൽ ഏറ്റവും പുണ്യമായത് ദാനം ചെയ്യുന്നതാണ്, അന്നദാനം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നല്ലതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വേറെ ഒന്നുകൂടെ കേട്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ കൊടുക്കുന്നു എന്നുള്ള ചിന്ത ഇല്ലാതെ വേണം ദാനം ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ എന്ത് പറ്റുള്ളൂ? ആ ദാനത്തിന് പ്രസക്തിയുള്ളൂ. അപ്പം ദാനം ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? പുണ്യം കിട്ടുന്നു എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഞാൻ കൊടുക്കുന്നു എന്നൊരു ചിന്ത എന്നിലുണ്ടായെങ്കിൽ, അത് ഞാൻ തിരിച്ചറിഞ്ഞുവെങ്കിൽ നമ്മളെന്ത് ചെയ്യും? തിരുത്തും. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെങ്ങനെ അറിയാൻ പറ്റിയത്? നിരീക്ഷണമുള്ളതുകൊണ്ടല്ലേ അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ അറിയുമോ? നമ്മൾ കൊടുക്കുന്നു, ഞാൻ കൊടുത്തു എന്ന് പറയുന്നു, ഞാൻ കൊടുത്തു എന്ന് പറയുന്നു, നിരീക്ഷണം ഉണ്ടാവും? ഇല്ല. അപ്പോൾ കൊടുത്തതിൻ്റെ ഫലമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ കൊടുത്തു എന്നുള്ള ചിന്ത ഇല്ലാതെ കൊടുക്കുക എന്നുള്ള ഉപദേശത്തിൻ്റെ അർത്ഥം എന്തോന്നാണ്? നിരീക്ഷണം അവിടെ ഉണ്ടാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ അതിൻ്റെ പിന്നിൽ വേറെ അർത്ഥമൊന്നുമില്ല. അപ്പം ശരിക്കും ആധ്യാത്മികതയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാവരും നിരീക്ഷണത്തിലോട്ട് വരേണ്ടി വരും. കാര്യം രാവണന് ആദ്യത്തെ ഘട്ടത്തിൽ വേണ്ടായിരുന്നു, ഉപാസനയും കാര്യങ്ങളൊക്കെ മതിയായിരുന്നു. ഓക്കെ. പക്ഷേ ഒരു എക്സ്ട്രീം കഴിഞ്ഞപ്പോഴോ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴോ എന്താണോ ഇല്ലാതെ പോയത് അതായിരുന്നു എന്തൊക്കെ നേടിയിട്ടും അത് നിലനിർത്താൻ പറ്റാതെ പോയത്. നിരീക്ഷണം ഇല്ലാതെ പോയി. അതുകൊണ്ട് കിട്ടിയ കഴിവെല്ലാം അദ്ദേഹത്തിന് തന്നെ ദോഷമായിട്ട് വന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പറയുമ്പോൾ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കഥ പറയാം. കഥയുടെ പേര് എല്ലാം നല്ലതിന്. ഇതാണ് കഥയുടെ പേര്. ഒരു വലിയ കൊട്ടാരം, അവിടെ രാജാവ്. ഇപ്പം രാജാവിനൊരാഗ്രഹം, അന്നക്ഷേത്രം വരെ ഒന്ന് പോയി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ രാജാവ് അന്നക്ഷേത്രത്തിലോട്ട് പോയപ്പോൾ അവിടെ സാമ്പാറിന് മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ രാജാവ് വിചാരിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം, ഈ മലക്കറി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രാജാവ് പോയി പലകയൊക്കെ എടുത്ത്, കത്തിയൊക്കെ എടുത്ത്, മത്തനും ഇതും വെണ്ടയ്ക്കയും എല്ലാം അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തിരിക്കുക. മത്തൻ കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് വേണ്ട, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ രാജാവ് ഓരോന്നിങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ വെണ്ടയ്ക്കയുടെ സെക്ഷനായി. വെണ്ടയ്ക്ക എടുത്ത് ഓരോന്നായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തപ്പോൾ വെണ്ടയ്ക്ക മുറിഞ്ഞില്ല, അതിന് പകരം രാജാവിൻ്റെ ഒരു വിരൽ അങ്ങ് മുറിഞ്ഞങ്ങ് പോയി. ചെറുവിരൽ രാജാവിൻ്റെ കണ്ടിച്ചു. അവസാനം എന്ത് ചെയ്തു? എല്ലാവരും വന്ന് കൈ കെട്ടി
ഇതെല്ലാം കെട്ടി ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാ ആൾക്കാരും വന്ന് രാജാവിൻ്റെ മുറിയിൽ വന്ന് നോക്കുകയാണ്, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും വിരളങ്ങ് കട്ട് ചെയ്ത് പോയി, തിരിച്ചങ്ങ് വെക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഈ മന്ത്രി അവിടെ ഉണ്ട്, കൊട്ടാരത്തിലുണ്ട്. അപ്പം ഒരാൾ ഓടിയെന്ന് പറഞ്ഞു, അറിഞ്ഞോ രാജാവിൻ്റെ ഒരു വിരളങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പം മന്ത്രി ചോദിച്ചു, എന്ത് പറ്റി? വെണ്ടയ്ക്ക അരിഞ്ഞതാണ് സാമ്പാറിന്, പക്ഷെ ഒരു വിരളങ്ങ് പോയി. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എല്ലാം നല്ലതിനെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ഭടൻ, ആരോട് കുറച്ച് വെറുപ്പുണ്ട്, മന്ത്രിയോട് കുറച്ച് വെറുപ്പുണ്ട്, നേരെ പോയി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങയുടെ കൈയുടെ വിരൽ പോയതേ നല്ലതിനാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ വിരൽ പോയതിൻ്റെ വിഷമത്തിരിക്കുന്ന രാജാവിന് ദേഷ്യം കൂടെ വന്നു. ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ട് ജയിലിൽ അടച്ചു. അപ്പോൾ ജയിലിൽ അടച്ചപ്പോൾ നേരത്തെ ഈ പാര വെച്ച ആളുണ്ടല്ലോ, ഒന്ന് വിശേഷം അന്വേഷിക്കാൻ വേണ്ടി ജയിലിൽ പോയി. സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞു, എല്ലാം നല്ലതിനെന്ന്. അങ്ങനെ അത് അവിടെ നിന്ന് പോയി. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. കൈയുടെ മുറിവെല്ലാം ഇങ്ങനെ പൊറുത്തു, കുഴപ്പമില്ല, അങ്ങനെ ശരിയായിട്ട് വരെയാണ്. അങ്ങനെ വന്നപ്പോൾ രാജാവിന് നായാട്ടിന് പോയാലോ എന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെ നായാട്ടിന് പോയി രാജാവ് ഒരു മാനിൻ്റെ പുറകെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ മാൻ ഓടി ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പം മാന് ഓടിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് രാജാവ് ഒരു പുലിയെ കാണും, ഒരു പുള്ളിപ്പുലിയെ. അപ്പോൾ പെട്ടെന്ന് രാജാവിൻ്റെ ഉള്ളിലൊരു ചിന്ത വരും, മാനിനെ കൊന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മില്ല, പുള്ളിപ്പുലിയെ കൊന്നു എന്ന് കേട്ടാലോ അതിനൊരു വീര്യമുണ്ട്. അപ്പം എന്തായാലും മാന് പോട്ടെ, പുള്ളിപ്പുലി മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിപ്പുലിയുടെ ബാക്കിൽ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഈ പുള്ളിപ്പുലിക്ക് അറിയാവുന്ന വഴി ആർക്കറിഞ്ഞുകൂടാ? രാജാവിന് അറിഞ്ഞുകൂടാ. പുള്ളിപ്പുലി ഇങ്ങനെ ഉള്ളിലോട്ട് അങ്ങ് പോയി, രാജാവും പുറകിലോട്ട് അങ്ങ് പോയി. അപ്പോൾ കൂടെ വന്നവരെല്ലാവരും കൂട്ടം തെറ്റി. അപ്പോൾ രാജാവും പുള്ളിപ്പുലിയും മാത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉൾക്കാട്ടിലോട്ട് അങ്ങ് പോയി. കുറേ കഴിഞ്ഞപ്പോൾ പുലിയുടെ പാട്ടിനങ്ങ് പോയി. ഇദ്ദേഹത്തിന് തിരിച്ചു വരാനും അറിയില്ല, അദ്ദേഹം അവിടെ അങ്ങ് പെട്ടുപോയി. അങ്ങനെ രാജാവല്ലേ, പക്ഷെ കാട്ടിൽ അത് വല്ല അഡ്രസ്സുണ്ടോ രാജാവ് എന്ന് പറഞ്ഞിട്ട്? ഒരു കാര്യവുമില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഓരോരുത്തർ പറഞ്ഞു, ഞാൻ രാജാവാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആര് കേൾക്കാൻ? പക്ഷെ ഒരാൾ കേട്ടു, അവിടെ ഉണ്ടായിരുന്ന ഒരു വേടൻ. അപ്പോൾ വേടൻ ചെന്ന് രാജാവിനെ പിടിച്ചുകൊണ്ടുവന്നു. അപ്പം ഇത് പറയാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, എൻ്റെ കൊട്ടാരത്തിൻ്റെ ഇതിനകത്ത് വരുന്നതാണ് ഈ കാട്, അപ്പം നിങ്ങളുടെയൊക്കെ രാജാവായിട്ട് വരും, ഞാൻ രാജാവാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഭാഷയെന്ന് പറഞ്ഞുകൂടാ, ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇദ്ദേഹം ഞാൻ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സന്തോഷം, ഞാൻ രാജാവെന്ന് അയാളെ ഐഡൻറ്റിഫൈ ചെയ്തല്ലോ. അപ്പോൾ പിടിച്ചുകൊണ്ട് പോയി നേരെ അവിടെ ഗോത്രത്തിൽ കൊണ്ടുപോയി. അന്ന് അവിടെ അമാവാസ്യയായിരുന്നു. ബലി കൊടുക്കാൻ നല്ല ഒരു സംഭവത്തിനെ തേടിയായിരുന്നു എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോഴാണ് നല്ല ഡെക്കറേറ്റ് ചെയ്ത ഒരാളെ കിട്ടിയത്. അപ്പോൾ നേരെ അങ്ങ് കൊണ്ടുപോയി നേരെ കുളിപ്പിക്കാൻ പറഞ്ഞു. നേരെ കൊണ്ടുപോയി കുളിപ്പിച്ചു, എല്ലാം റെഡിയാക്കി നേരെ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അപ്പോഴൊന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല, ഇതേപോലെ ബലി കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്, ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ രാജാവല്ലേ, രാജാവെന്ന് അപ്പോഴും പറയുന്നുണ്ട്, ഞാൻ രാജാവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ട് അവിടെ ഒരിടത്ത് ഇരുത്തി. ഇങ്ങനെ ഇരുത്തിയപ്പോൾ അപ്പോഴാണ് മണത്ത് തുടങ്ങിയത്. കാര്യം അവിടെ ഡാൻസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ തലയപ്പോൾ കട്ട് ചെയ്യും, അത് അവിടുത്തെ ബലി കൊടുക്കുന്ന ഇതിലോട്ട് പോകുമെന്നുള്ളത്. അപ്പോഴേക്ക് ഭയമായി. എന്തു ചെയ്യാൻ പറ്റും? കയ്യിൽ ആയുധങ്ങളോ ഒന്നുമില്ല, അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു തലമൂത്ത ഒരാൾ വരും. ബലിക്ക് മുമ്പേ ഇയാൾ ശ്രേഷ്ഠനാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ തപ്പി നോക്കും. കണ്ണ്, മൂക്ക്, ചെവി എല്ലാം തപ്പി നോക്കിയപ്പോൾ ഒരു വിരളില്ല. അപ്പോഴെന്തു പറ്റി? പൂർണ്ണനല്ല. ബലി കൊടുക്കുന്ന ആളിന് അംഗഭംഗങ്ങളൊന്നും പാടില്ല. അപ്പോൾ അവർ ഇതൊക്കെ എന്തോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചങ്ങ് തള്ളി അങ്ങ് വിട്ടു.
പക്ഷെ എന്തിനാണ് എന്നെ വിട്ടതെന്നൊന്നും ഇയാൾക്ക് മനസ്സിലായി. പിന്നീടാണ് ചിന്തിച്ചിട്ട് മനസ്സിലായത് കൊല്ലാതെ വിട്ടത് ഇങ്ങനത്തെ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ് ഇയാൾ അവസാനം എന്താണ്, ജീവനം കൊണ്ട് ഓടി തിരിച്ച് കൊട്ടാരത്തിലെത്താൻ. വഴിയൊന്നും അറിയില്ല. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം എങ്ങനെയോ മറ്റേ പുള്ളിപ്പുലി വന്നിട്ടുണ്ടാവും, അയാൾ തിരിച്ച് കാട്ടിൽ നിന്ന് പുറത്തോട്ട് അങ്ങ് വിട്ടു. അങ്ങനെ അദ്ദേഹം വന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇയാൾക്ക് മന്ത്രിയോട് എന്തോന്നില്ലാത്ത പ്രണയം. കാര്യം ഇയാളെ ആലോചിക്കായിരുന്നു, ഈ 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൈ മുറിഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ രാജാവിൻ്റെ കൈ മുറിഞ്ഞല്ലോ, എന്ത് കഷ്ടം എന്ത് കഷ്ടം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാം നല്ലതിന്, പറഞ്ഞതെല്ലാം നല്ലതെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വളരെ കറക്റ്റായല്ലോ. ഈ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ വന്ന് മന്ത്രിയെ കണ്ടാൽ മതി. നേരെ മന്ത്രിയെ എടുത്ത് കൊണ്ടു. മന്ത്രിയെ എടുത്ത് വന്ന് ചോദിച്ചു, ശരിയാണ്, എൻ്റെ വിരൽ പോയത് നല്ലതിനായിരുന്നു, കാരണം ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ ജീവിതത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ എനിക്കിപ്പോഴൊരു സംശയമുണ്ട്. നിങ്ങളെ പിടിച്ച് ജയിലിൽ അടച്ചപ്പോൾ നിങ്ങൾ അപ്പോഴും പറഞ്ഞു എല്ലാം നല്ലതിനെന്ന് പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? നിങ്ങളിത് ജയിലിനകത്ത് കിടക്കുകയല്ലേ ഇത്രയും ദിവസം, അതായത് 2 ആഴ്ചയിൽ കൂടുതൽ ജയിലിൽ കിടക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അതോ ഞാൻ ജയിലിൽ അല്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? നായാട്ടിന് പോകുമ്പോൾ ഞാനും കൂടെ അങ്ങോട്ട് വരണ്ടേ? അങ്ങയ്ക്ക് വിരളില്ലാത്തതുകൊണ്ട് അങ്ങ് രക്ഷപ്പെടും, ഞാൻ എന്ത് ചെയ്യും, എന്നെ കൊണ്ടുപോയി കശാപ്പാക്കും. അപ്പോൾ ഇത് സംഭവിച്ചത് നല്ലതിനാണ്. അപ്പോൾ ഇദ്ദേഹം അതിൽ ശരിക്കും നോക്കിയാൽ ഒന്നിൽ ഒരു നഷ്ടം വന്നു, അംഗഭംഗമാണ് ഉണ്ടായത്. പക്ഷേ അത് നല്ലതായിരുന്നു എന്ന് അപ്പോഴ് തോന്നിയോ രാജാവിന്? ഇല്ല. സാഹചര്യം മാറിയപ്പോഴോ അത് അദ്ദേഹത്തിന് നല്ലതായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. ഈ ജയിലിൽ കിടന്ന ആളിനോ അയാൾക്കപ്പോഴ് നല്ലതെന്ന് തോന്നിയില്ല. ജയിലിൽ കിടക്കുന്ന നല്ല കാര്യമാണോ? പക്ഷെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്തായിരുന്നു? എല്ലാം നല്ലതിന് എന്ന് ചിന്തിച്ചത് എന്താണ്? അതിനെ ഫേസ് ചെയ്യാൻ അയാൾ തയ്യാറായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ആ നിരീക്ഷണത്തിൻ്റെ പ്രസക്തി. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, കൈ പോയാൽ നല്ലതെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വല്ലതും പോയോ? ഇല്ല. മനസ്സെന്തെല്ലാം അവിടെ കഥകൾ മെനയാം. അത്തരം മെനയുന്ന കഥകളിലൊന്നും ആള് കുടുങ്ങാതെ, പ്ലസ് എന്നോ മൈനസ് എന്നോ ചിന്തിക്കാതെ, ആ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ ചിന്തകളെയും നിരീക്ഷിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്, എനിക്കിത് ദോഷമല്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് അദ്ദേഹം എല്ലാം നല്ലതിനാണെന്ന് അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അതാണ് സ്വാതന്ത്ര്യം. ജയിലിനുള്ളിൽ കിടന്നാലും അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. മനസ്സിൻ്റെ പിടിയിലുള്ള, മനസ്സിൻ്റെ ചിന്തയിൽ കുടുങ്ങി കിടക്കുന്നവനല്ല, അത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനല്ല, ആ പേട്ടയിൽ കിടന്ന് കറങ്ങുന്നതല്ല. അവൻ റിയൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലോട്ട്. അത് ആ നിരീക്ഷണത്തിൽ കൂടി മാത്രമേ ലഭ്യമാവുള്ളൂ. നമ്മൾ ഏത് കണക്ട് ചെയ്ത് ഏതിൽ നോക്കിയാലും, പുരാണങ്ങളിൽ എവിടെ നോക്കിയാലും ഇത് കാണാൻ പറ്റും. ഹനുമാൻ ലങ്കയിലോട്ട് പോകാൻ നേരത്ത് സമുദ്രത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്, പാറക്കെട്ടിൻ്റെ അവിടെ. അപ്പോൾ ആദ്യം ഒരു തോട്ട് വന്നു, എന്താണ്, ഇത്രയും വലിയ സമുദ്രം ഞാൻ എങ്ങനെ മറികടക്കും, എന്നെ കൊണ്ട് പറ്റില്ല. അദ്ദേഹം പുറകിലോട്ട് പോയി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആര് കടക്കും, ആര് മറികടക്കും, ആര് മറികടക്കും? അപ്പോൾ ആർക്കും പറ്റില്ല. ഹനുമാന് മരികിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള അദ്ദേഹം ചിന്തിക്കുന്നില്ല, പറ്റില്ല എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ജാമ്പവൻ എന്താ ചെയ്യുന്നത്? നിന്നെ കൊണ്ട് സാധിക്കും, നീ ആരെന്നറിയാമോ എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ എന്ത് പറ്റി? അദ്ദേഹം ജമ്പ് ചെയ്തു. അതേസമയം അവിടെ എത്തിയിട്ട് നേരെ ചാടാൻ ആര് തയ്യാറായില്ല? ഹനുമാൻ ആദ്യം തയ്യാറായില്ല. തനിക്ക് പറ്റില്ലെന്ന് പോലും അറിയില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ തടസ്സം സൃഷ്ടിച്ചതാരാണ്? തൻ്റെ ചിന്തകളാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിപ്പിച്ചത്
ഹനുമാന്റെ ഉള്ളിലുള്ള ചിന്തകളാണ്. അപ്പം ജാംബവാൻ എന്ന് പറയുന്ന ആ പ്രതീകം ശരിക്കും നമ്മളിലുള്ള നിരീക്ഷകനാണ്. അവൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തകൾ പറയുമ്പോഴും നിരീക്ഷിച്ചപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളൊരു ധാരണയിലോട്ട് എത്തി. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ആ രീതിയിലാണ്. പുരാണ കഥകളിലെല്ലാം ഈ നിരീക്ഷകനുണ്ട്. അതിനെ പഠനാത്മകമായി കണ്ടാൽ മാത്രമേ നമുക്ക് പിടികിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടത്തില്ല. എന്തിന്? അർജുനനും കൃഷ്ണനും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് എന്താണ്? എന്നെക്കൊണ്ട് പറ്റില്ല യുദ്ധം ചെയ്യാൻ. അർജുനൻ പറഞ്ഞാണ്. എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് അർജുനനെ പറയിപ്പിച്ചത് എന്താണ്? അവൻ്റെ ചിന്തയാണ്, അല്ല വേറെ ആരെങ്കിലും ആണോ? അവൻ്റെ ചിന്തയാണ്. ആ ചിന്ത സത്യമാണെന്ന് ചിന്തിച്ചപ്പോഴെന്ത് പറ്റി? എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടെ ഭഗവാൻ എന്താ ചെയ്തത്? നിന്നിലുണ്ടായ ചിന്തകളുടെ പ്രാക്ടിക്കാലിറ്റി ഇല്ലായ്മ, അതൊട്ടും പ്രാക്ടിക്കലായിട്ടുള്ള തോട്ടല്ല എന്ന് ഉറപ്പിച്ചു കൊടുത്തു. അവൻ ആര്, അവൻ എന്ത്, അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആത്മജ്ഞാനം കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴോ തൻ്റെ ഉള്ളിലുള്ള ഇത്തരം ചിന്തകൾക്ക് പ്രസക്തി ഉണ്ടാകുമോ? ഇല്ല. അതാണ് ഭഗവത്ഗീത. നിരീക്ഷണത്തിലോട്ടാണ് കൊണ്ടുപോയത്. അതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, എന്ത് കണ്ടിട്ടാണോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിച്ചത്, ഈ ആത്മജ്ഞാനം കിട്ടിയപ്പോഴും ആ സംഭവങ്ങളെല്ലാം ഫ്രണ്ടിൽ ഉണ്ടായിരുന്നോ? അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഒരു മാറ്റം ഉണ്ടായില്ല. താൻ പ്രശ്നമെന്ന് ചിന്തിച്ച എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു മാറ്റവും ഇല്ല. പക്ഷെ എന്ത് കിട്ടി? തൻ്റെ ചിന്തകളെ മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന മൈൻഡ് അവിടെ നിന്ന് മാറി. വസ്തുതാബോധം കിട്ടി, റിയാലിറ്റിയാണ് മനസ്സിലാക്കിയത്. റിയാലിറ്റി മനസ്സിലാക്കിയപ്പോഴെന്ത് പറ്റി? അതായത് മനസ്ഥിതി മാറിയപ്പോൾ പരിസ്ഥിതിയിലും മാറിക്കാണുവാനുള്ള ഒരു കഴിവുണ്ടായി. യുദ്ധക്കളം തന്നെയാണ് അപ്പോഴും, മുമ്പും ശേഷവും. പക്ഷേ തന്നെ തടഞ്ഞതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞു. നിരീക്ഷണമാണ് അവിടെ നടന്നത്. അപ്പം ആദ്യം അവിടെ എന്ത് ചെയ്തു? ഭഗവാൻ അവിടെ ശ്രദ്ധ കൊണ്ടുവന്നു, ഇവനെ ശ്രദ്ധിപ്പിച്ചു. നീ ആദ്യം ശ്രദ്ധയിലോട്ട് വാ, നിൻ്റെ ഇങ്ങനെ ഓവർ തോട്ടിലോട്ട് നീ പോകാതെ, നീ ആദ്യം ശ്രദ്ധ, ഈ നിമിഷത്തിൽ വാ, നൗവിൽ വാ എന്നാണ് പറഞ്ഞത്. ശ്രദ്ധയിൽ വന്നിട്ടാണ് പിന്നീട് എന്ത് പറ്റിയത്? ജാഗ്രതയിലോട്ട് എത്തിയത്. ഗുരുദാസ്ജി അവിടെ ഇത് പറയുന്നത് നമ്മൾ കേട്ടു, ആ ശബ്ദം ഇങ്ങനെ ഉറച്ചു കേട്ടു, ശ്രദ്ധ ജാഗ്രത എന്നൊക്കെ പറയും. അപ്പം ശ്രദ്ധയിൽ വന്നിട്ടാണ് പിന്നെ ജാഗ്രതയിൽ വന്നത്. ശ്രദ്ധിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഒരു വിഷയത്തെ ശ്രദ്ധിക്കുമ്പോൾ മറ്റു പല വിഷയങ്ങളും അവിടെ ആബ്സെൻ്റ് ആണ്. ജാഗ്രതയിലോ ടോട്ടാലിറ്റി, നമ്മുടെ കോൺഷ്യസ്നെസ് പൂർണ്ണമാണ്, എല്ലാം ഒരേ സമയത്ത് നമുക്ക് ചെയ്യാം. അത് നിരീക്ഷണത്തിലാണ് അത് സംഭവിക്കുകയുള്ളൂ. ആ നിരീക്ഷണത്തിലെത്തുന്നതിന് മുമ്പേ, നിരീക്ഷണം വരുമ്പോൾ ജാഗ്രത അവിടെ സംഭവിക്കും. അതിന് തൊട്ട് മുമ്പേ എന്താണ്? ശ്രദ്ധ അനിവാര്യമാണ്. ഇപ്പം നമ്മളെ ധ്യാന ക്യാമ്പുകളെല്ലാം നമ്മളിലുള്ള ശ്രദ്ധയെ ഉണർത്തുക എന്നുള്ളതാണ്. ശ്രദ്ധ ഉണരാതിരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നമ്മുടെ തോട്ടിലോട്ട് പോകും. നമ്മൾ എന്താണോ മൈൻഡ് ഇതിനകത്ത് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്, അതിലോട്ട് മാത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴെന്ത് പറ്റുന്നു? ഞാൻ റിയലിസ്റ്റിക് ആവില്ല. ഓരോ നിമിഷവും പ്രസൻറ്റിൽ നിർത്തുവാൻ ശ്രദ്ധ വേണം. ശ്രദ്ധയെ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ടെക്നിക്സിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു ഭജന, നമ്മുടെ ശ്രദ്ധാപൂർവം മൈൻഡ്ഫുള്ളി ഹിയറിങ്, കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. റിലാക്സ് ചെയ്തിരിക്കുക. കണ്ണുകളടച്ച് ബ്രീത്തിങ്ങിൽ തന്നെ ശ്രദ്ധിച്ച്
ഉള്ളിലോട്ട് പോകുന്ന ശ്വാസവും പുറത്തോട്ടൊരു നിശ്വാസവും അറിഞ്ഞുകൊണ്ട് തന്നെ ശ്വസിക്കുക. മൈൻഡ്ഫുള്ളി ബ്രീത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. അകത്തോട്ട് പോകുന്ന ശ്വാസത്തെ അറിയണം, പുറത്തോട്ടൊരു നിശ്വാസത്തെ അറിയണം, അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. ഉള്ളിലോട്ട് ശ്വാസം പോകുമ്പോൾ ഒരു തണുത്ത വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അനുഭവിക്കുക. പുറത്തേക്ക് വരുന്ന നിശ്വാസം ഉള്ളിലുള്ള ചെറിയ ചൂട് പുറത്തേക്ക് വരുന്നതായിട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ ആ തണുപ്പും ചൂടും ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുക. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിച്ച് ഒരു നിമിഷം ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ വിട്ടുപോകുമായിരിക്കാം. എങ്കിൽ എൻ്റെ ശ്രദ്ധ വിട്ടുപോകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുക. ശ്രദ്ധയെ പിടിച്ച് കൊണ്ട് ശ്വസനത്തിൽ തന്നെ നോക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എൻ്റെ ശ്രദ്ധ വിട്ടുപോകുന്നു എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുക. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ പുതിയൊരു സെക്ഷൻ 3 മണി മുതൽ 3:50 വരെ രോഗസാധകർക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് അതിൽ നിന്നും ഉടലെടുക്കുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ അത് ഗുരുവിന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഉയർന്നു വന്ന 2 ചോദ്യങ്ങൾ ഗുരുവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രശ്നമായി അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തത്, പ്രശ്നം ഞാനാണോ, നീയാണോ, മനസ്സാണോ? ഈ 2 ക്വസ്റ്റ്യനാണ് ഗുരുവിനോട് സമർപ്പിക്കുന്നത്. ബ്രഹ്മത്തിന് ഞാനും നീയും ഇല്ലാത്തതുപോലെ പ്രശ്നത്തിനും ഞാനും നീയും ഇല്ല. പക്ഷെ നമുക്ക് തോന്നാം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഞാനും നീയും ഉണ്ടാവില്ലേന്ന് തോന്നാം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് മനസ്സ് ഉള്ളപ്പോഴാണ്. എല്ലാ പ്രശ്നങ്ങളും രൂക്ഷമാവുന്നതും മനസ്സ് ഉള്ളപ്പോഴാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഞാനും നീനപ്പുറം മനസ്സാണ്. പിന്നെ എന്തുകൊണ്ട് പ്രശ്നമായി നിൽക്കുന്നു? കഠോപനിഷത്തിൽ നചികേതസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഒരു ബാലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സംശയം വരും. മരണം എന്താണ് മരണം? മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ആത്മാവ് മരിക്കുന്നുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യം ബാലനായിട്ടുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടായ ഒരു ചോദ്യമാണ്. അപ്പോഴെന്ത് പറ്റി? നചികേതസിൽ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലേ? ഒരു ചിന്ത, ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം അതിനൊരു സൊല്യൂഷൻ വേണം. അപ്പം ആരോട് പോയി ചോദിക്കും? ഇദ്ദേഹം പലയിടത്തും ചോദിച്ചിട്ട് അവസാനം ചെന്നെത്തിയത് യമൻ. കാര്യം അതാണല്ലോ മരണത്തിൻ്റെ ദേവനായിട്ട് പറയുന്നത്. യമൻ്റെ അടുത്ത് അയാൾക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആ സബ്ജക്റ്റിലല്ലേ. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ ഇതൊരു ബാലനാണ്. ഈ ബാലൻ്റെ അടുത്ത് ഇത്രയും കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിട്ട് തോന്നി. അപ്പോൾ പറഞ്ഞു, നിനക്ക് ഞാൻ കുറേ പാരിതോഷികങ്ങൾ തരാം, അതും കൊണ്ട് നീ അങ്ങ് പോകൂ എന്ന് പറഞ്ഞു. കുട്ടിയല്ലേ, അപ്പം ചിലപ്പം മിഠായിയോ അല്ലെങ്കിൽ കളിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം.
അപ്പോൾ നചികേതസ് വില്ലിങ് അല്ല, തിരിച്ചു പോകാൻ വില്ലിങ് അല്ല. തൻ്റെ ചോദ്യത്തിന് എനിക്ക് ആൻസർ വേണം എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വേണ്ട, കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അത് വേണ്ട. അപ്പോൾ പറഞ്ഞ് ധനം തരാം, നീ അതും കൊണ്ടുപോകൂ. അപ്പോഴും വില്ലിങ് അല്ല. സമ്പത്തുകൾ തരാം, അപ്പോഴും വില്ലിങ് അല്ല. ആയുസ് നീട്ടിത്തരാം, നല്ല ആരോഗ്യമുള്ള ശരീരവും ആയുസ്സും നീട്ടിത്തരാം, അപ്പോഴും അദ്ദേഹം കോംപ്രമൈസിന് തയ്യാറല്ല. എനിക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരണം. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, പ്രശ്നം എന്തുകൊണ്ട് പ്രശ്നമായിരിക്കുന്നു. ഈ മേൽപ്പറഞ്ഞ ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് നമ്മളടുത്താണ് പറഞ്ഞിരുന്നെങ്കിലോ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ നമുക്കൊരു പ്രശ്നമില്ല, കിട്ടിയത് മാച്ചോട്ട് നമ്മളങ്ങ് പോകും. കാര്യം നമുക്ക് പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു തടസ്സം മാറണമെന്ന് മാത്രമേ നമുക്കുള്ളൂ. എന്നിട്ടാണ് അതിനെ വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തരം സാധനങ്ങൾ കിട്ടിയാലോ അത് മാച്ചോട്ട് നമ്മളങ്ങ് പോകും, വേറെ ഒരു കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം. ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ആദ്യം ഇതാണ് മാറ്റേണ്ടത്. അപ്പം അവിടെ നമ്മൾ നോക്കുമ്പോൾ യവൻ കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ യവനാണ് ആ വിദ്യ കിട്ടാൻ അർഹൻ. യവന് വിദ്യ കൊടുത്തേ പറ്റൂ. അപ്പം അവിടെ പ്രായം ഒരു വിഷയമല്ല, അവനത് അറിയണം. അപ്പം അവനെ പിടിച്ച് അടുത്തിരുത്തി ഓരോ കാര്യങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി. ആത്മാവിനെ പറ്റിയിട്ടും അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ശരീരത്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നീ എപ്പോഴും പെർമനൻ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഓരോരോ അതിൻ്റെ ആൻസറുകൾ കൊടുത്തു വന്നപ്പോൾ യവൻ ശ്രദ്ധാപൂർവ്വം അത് കേട്ടുകൊണ്ടേയിരുന്നു, അത് മനനം ചെയ്തുകൊണ്ടേയിരുന്നു. കാരണം ആ ശ്രദ്ധ എവിടെ നിന്നാണ് വന്നത്? വേറെ ഒന്നിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു ഉറച്ച മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അവൻ ആ ജ്ഞാനം കിട്ടിയത്. അപ്പോഴാണ് ശ്രേയസ്സും പ്രേയസ് എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നമ്മൾ പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ശ്രേയസ്സിനകത്ത് പെടുന്ന കാര്യങ്ങളല്ല, പ്രേയസ്സിനകത്ത് പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ധനവും മറ്റു കാര്യങ്ങളും ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്നത്. നമ്മൾ വളരെ ഹാപ്പിയാണ്. കാര്യം അതാണ് നമ്മൾ പ്രശ്നമായിട്ട് കാണേണ്ടത്. അപ്പം നചികേതസിൻ്റെ അടുത്ത് ശ്രേയസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്? എന്ത് കിട്ടിയാലാണ് നിനക്ക് പൂർണ്ണത ഉണ്ടാകുന്നത് അത് നേടാൻ ശ്രമിക്കുന്നതാണ് ശ്രേയസ്. അത് ആത്മവിദ്യയാണ്. പ്രേയസോ താൽക്കാലിക നിലനിൽപ്പിൻ്റെ ചില കാര്യങ്ങൾ. അപ്പം നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം യാതിലാണ് പെടുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ശ്രേയസിൽ വരുന്നതാണോ പ്രേയസിൽ വരുന്നതാണോ എന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ശ്രേയസിന് വേണ്ടി പാവപ്പെട്ട കൃഷ്ണൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ശ്രേയസിൻ്റെ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മളിൽ റീച്ച് ആവില്ല. എന്തുകൊണ്ട്? നമുക്ക് പ്രേയസ്സാണ് ആവശ്യം, പ്രേയസിനകത്തുള്ള അതാണ്. അപ്പോഴങ്ങനെ നിൽക്കുമ്പോഴോ എത്ര ഗീത കേട്ടാലും പ്രശ്നമായിട്ട് തന്നെ നിൽക്കും. ശരിക്കും അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നതാണോ പ്രശ്നത്തെ പ്രശ്നമായി നിലനിർത്തുന്നതാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചോദിച്ചു, ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും പാടുള്ളതും എന്താണ് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആദ്യം ഏത് വേണം? എളുപ്പമുള്ളത് വേണോ പാടുള്ളത് വേണോ എന്ന് ചോദിച്ചു. അപ്പുറത്ത് എളുപ്പമുള്ളത് മതി എന്ന് പറഞ്ഞു. ഏറ്റവും എളുപ്പമുള്ളത് സത്യത്തെ മനസ്സിലാക്കുക. അപ്പോൾ ഗുരു ചോദിച്ചു, മനസ്സിലായോ? ആ മനസ്സിലായി. ഞാൻ എന്താ പറഞ്ഞത്? അപ്പം ഇങ്ങനെ ആലോചിച്ചു. ഗുരു പറഞ്ഞത് സത്യത്തെ അറിയാനെന്നാണോ പറഞ്ഞത്, ആ സത്യത്തെ മനസ്സിലാക്കാനാണോ പറഞ്ഞത്? ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തോന്നുന്നു. അപ്പോൾ എന്നാൽ ഗുരു ഒരിക്കലും പറയാമോ ഏറ്റവും എളുപ്പം ഏതാണ്? അപ്പം ഗുരു പറഞ്ഞു, ഏറ്റവും എളുപ്പം സത്യത്തെ അറിയാനാണെന്ന് പറഞ്ഞു. ആ ശരി, ഏറ്റവും എളുപ്പം. ശരി, ഇനി ഏറ്റവും പാട് ഏതാണ്? അപ്പം പറഞ്ഞു, സത്യത്തെ മനസ്സിലാക്കാൻ.
ഏറ്റവും പാട് അതാണ്, സത്യത്തെ മനസ്സിലാക്കാനാണ് പാട്. ഏറ്റവും എളുപ്പം ഏതാണ്? സത്യത്തെ അറിയാനാണ്. അപ്പോൾ ഈ അറിഞ്ഞതിനെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വരണം? നിരീക്ഷണം വന്നാലേ പറ്റുള്ളൂ, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പം നിരീക്ഷണത്തിൻ്റെ ആബ്സെൻസ് വരുമ്പോൾ എന്ത് പറ്റും? സംഭവം പോകും. അപ്പം നചികേതസ് എന്താണ് ശരിക്കും ചോദിച്ചത്? എനിക്കെന്ത് സംഭവിക്കുന്നു, മരണശേഷം എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ച് വന്ന ആള് അവസാനം ഞാൻ ആരാണ് എന്നുള്ളതിലാണ് ചെന്നെത്തിയത്. അപ്പം അദ്ദേഹത്തിന് അവിടെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടായി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ശ്രേയസ്സും പ്രേയസ്സും എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നും, ശ്രേയസ്സിനെ ചുറ്റിപ്പറ്റിയാണോ പ്രേയസിനെ ചുറ്റിപ്പറ്റിയാണോ ഞാൻ നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും എൻ്റെ ഓറ എവിടെയാ നിൽക്കുന്നതാണ്. അപ്പോഴാണ് ഒരു ബോധപ്രാപ്തൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. കാര്യം ട്യൂണിങ് നടക്കില്ല, രണ്ട് ട്യൂണിങ്ങിലാണ് നിൽക്കുന്നത്. 2 ട്യൂണിൽ നിന്നതാണ് കൃഷ്ണനും അർജുനനും. പക്ഷെ ട്യൂണായി. അവൻ പ്രേയസിൽ നിന്ന് പെട്ടെന്ന് ശ്രേയസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ സൊല്യൂഷൻ ഉണ്ടായി. ഈ ഭൗതികതയായിരുന്നോട്ടെ ആധ്യാത്മികപരമായിക്കോട്ടെ. കാര്യം എന്താണ്? ആ ശരിക്കും സർജറി എവിടെ നടന്നത്? മെയിനായിട്ടുള്ള കാര്യത്തിലാണ് സർജറി നടന്നത്. അപ്പോഴവിടെ സൊല്യൂഷൻ വന്നു. വീണ്ടും ഒരു നിമിഷം കണ്ണടച്ചിരിക്കുക. മൈൻഡ്ഫുള്ളി ഹിയറിങ്, ഒരു ഭജന ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ കൂട്ടാനാണ്. ശ്രദ്ധ വരിക. എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ സ്വയം തിരിച്ചറിയുക, എന്നിൽ ചിന്തകളുടെ ചലനം കൂടിയിരിക്കുന്നു എന്നുള്ളത് നിരീക്ഷിച്ചറിയുക, തടയാൻ നോക്കണ്ട. ആ വസ്തുതയെ അക്സെപ്റ്റ് ചെയ്യുക മാത്രം ചെയ്യുക. അക്സെപ്റ്റൻസ് ആണ് ആദ്യം വേണ്ടത്. ശ്രദ്ധ കുറവുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ അമിതമായിട്ടുള്ള ശ്രമവും ചെയ്യരുത്. നിലവിൽ എന്താണ് എന്നിൽ നടക്കുന്നത് അതിനറിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണുകളടച്ച് നട്ടലെന്ന് പറഞ്ഞ് ബ്രീത്തിങ്ങിൽ തന്നെ ശ്രദ്ധിച്ച് മൈൻഡ്ഫുൾ ഹിയറിങ്, കാതുകളെ ഷാർപ്പാക്കി എന്താണോ കേൾക്കുന്നത് അതിലിരിക്കുക.